പാലക്കാടൻ സ്നേഹം തുടർന്ന് ബമ്പർ ലോട്ടറി ഇത്തവണത്തെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ 1ഉം 2ഉം സമ്മാനങ്ങൾ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ്. SB 517026 എന്ന ടിക്കറ്റിനാണ് 10 കോടി രൂപയുടെ 1ാം സമ്മാനം ലഭ്യമായിരിക്കുന്നത്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ ഏത് ഏജൻസിയിൽ വിറ്റ, ഏത് കടയിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ 1, 2 സമ്മാനങ്ങൾ ലഭ്യമാകുന്നത്? അങ്ങനെ ഭാഗ്യദേവത പാലക്കാടിനോടുള്ള മമത ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ? തീർച്ചയായും പ്രതീക്ഷ, ഈ കടുത്ത ചൂടിലും മനസ്സൊന്ന് കുളിർപ്പിക്കാൻ വീണ്ടും വീണ്ടും ഭാഗ്യം പാലക്കാടിനെ തേടിയെത്തുകയാണ്. ഇത്തവണയും ബമ്പർ പാലക്കാട് തന്നെയാണ്. ഈ മൂകാംബിക ലക്കി ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് KSRTC സ്റ്റാൻഡിലേക്ക് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമായി? ഇവിടുന്ന് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം, 10 കോടി രൂപയാണ്. അതെ, ഇവിടുന്ന് വിറ്റ ടിക്കറ്റിൽ തന്നെയാണ് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇവിടെ കുറച്ച് അടുത്തുള്ള കടയ്ക്ക് SVL പറഞ്ഞ അവിടേക്കാണ് ഹോൾസെയിലിൽ കൊടുത്തിരിക്കുന്നത്. അത് അവിടുന്ന് എവിടേക്കാ പോയതെന്നുള്ള ഡീറ്റെയിൽസ് അവരിനോട് ചോദിച്ചാലേ അറിയുള്ളൂ. അതിപ്പോ ഹോൾസെയിലിൽ പോയോ അല്ല അവർ ബോർഡിൽ ഇട്ടിട്ടാണോ പോയത്, റീറ്റെയിലിൽ പോയതോന്നോ അറിയില്ല. അതെന്നാ പോയത് അത് കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മളിതിൽ ചെക്ക് ചെയ്യണം. ഇതിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, എടുത്ത് നോക്കണം. അതെന്തായാലും അറിയണം. അല്ല, ഇവിടെ കുറെ ബമ്പർ കുറെ ഇടയിലിടയിൽ വീഴാറുണ്ട്. അതെ വിഷു കഴിഞ്ഞ പ്രാവശ്യം ഒരു ബമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് 2023 16 കോടി നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ പോയ പ്രാവശ്യം 1 കോടി രൂപ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇടയിലിടയിൽ ഇങ്ങനെ പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് നോർമൽ ടിക്കറ്റിലും എല്ലാത്തിലും വരാറുണ്ട്. ഇത് 10 കോടി. ലോട്ടറി എടുത്ത് വിൽക്കുന്ന ആളാണോ? ഞാൻ ഇവിടെ കുറെ വർഷമായിരുന്നു. മറ്റേ നമ്മുടെ കോട്ട മൈതാനത്തൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ വൈകുന്നേരം തന്നെയാണ് കച്ചവടം. 1ാം സമ്മാനം ഒന്നും വേണ്ടിട്ടില്ല. പ്രൈസൊക്കെ വേണ്ടിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് ഒക്കെ വേണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് അത് നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമുള്ളൂ. അപ്പോഴേ നമുക്ക് സെയിൽസ് ആവുള്ളൂ. പിന്നെ ഇവർക്ക് കുറെ പാർട്ടിക്കാർ കസ്റ്റമറിനൊക്കെ കിട്ടുള്ളൂ. സന്തോഷമാണ്. പാലക്കാട് ഫേമസ് ടിക്കറ്റ് ബമ്പറും കൂടുതൽ വെക്കുന്ന പാലക്കാടാണ്. ചെലവും പാലക്കാടാണ്. ആൾക്കാർ ചോദിച്ചു വരുന്ന ടിക്കറ്റുകൾ. പ്രതീക്ഷ, അതാണ് അതിലൊരു കാര്യം. ഈ ആളുകൾ ഇങ്ങനെ പാലക്കാടൻ ബമ്പർ ഇങ്ങനെ ചോദിച്ചു വരും. എന്താണ് നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണോ? ഭയങ്കര സന്തോഷം. കുഴപ്പമില്ല, എന്താ പറയാണ്ട് സന്തോഷമാണ്. ഞങ്ങളെ സ്റ്റാഫുകളാണ്. ആളും ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ്. ഇതിപ്പോൾ വരും. ആളറിഞ്ഞോടെ നല്ല സന്തോഷത്തിലാണ്. ആളും ഇതൊപ്പം എത്തും. ഞങ്ങൾക്ക് ഇതാ വീണ്ടും പ്രൈസിന് മേലെ പ്രൈസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയും ഇതുപോലെ പ്രൈസ് അടിച്ചോട്ടെ വേണ്ടി നമ്മളും. കാരുണ്യ പ്ലസ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അല്ലേ? ഇതൊക്കെ കണ്ടോ? ഇത്രയധികം സമ്മാനങ്ങൾ ഇവിടെയൊക്കെ കിട്ടിയതാണ്. അതെ, നമുക്ക് കിട്ടിയ പ്രൈസുകളാണ് ഇതൊക്കെ. ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങൾ ഓരോന്നായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് പറയാ. അതുകൊണ്ട് തന്നെ ഇവരും സന്തോഷത്തിലാണ്. പാലക്കാടുകാർ പൊതുവെ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. കാരണം പാലക്കാട് ഇങ്ങനെ വീണ്ടും ബമ്പർ അടിക്കുന്നു. ഇത്തവണ സമ്മർ ബമ്പറാണ്. പാലക്കാട് ഈ വെയിലിന് ഭയങ്കര ഫേമസ് ആണല്ലോ, വലിയ ചൂടാണല്ലോ. ആ ചൂടിനോടൊപ്പം തന്നെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇതാ ഒരു ബമ്പർ കൂടി പാലക്കാട്ടുകാർ കിട്ടുന്നു. കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് ബമ്പറും അതും മുമ്പത്തെ ബമ്പറുകളും പല ബമ്പറുകളും പാലക്കാടുണ്ട്. അല്ലെങ്കിൽ പാലക്കാട് വഴി പോയ ടിക്കറ്റിനൊക്കെയാണ് ബമ്പർ കിട്ടുന്നത്. ഏതായാലും പറഞ്ഞതുപോലെ ഒരു പാലക്കാടൻ ടച്ച് ബമ്പറിന് ഉണ്ടാകുന്നുണ്ട്. അത് അടുത്ത കാലത്തൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പാലക്കാട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിക്കുമെന്നൊരു വിശ്വാസത്തിലേക്ക് ആളുകൾക്ക് അതിൻ്റെ വിശ്വാസം കൂടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വരുന്ന 10 കോടിയുടെ സമ്മാനവും പാലക്കാട്ട് വിറ്റ ടിക്കറ്റിനാണ്.